തിരുവനന്തപുരം പാറശാലയിൽ നിന്നും 14 വയസ്സുകാരനെ കാണാതായതായി പരാതി. പാറശാല ഒറ്റാമം സ്വദേശി അജീഷ് ജാസ്മിൻ ദമ്പതികളുടെ മകൻ അജിത്തിനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. ആശുപത്രികളുടെ അനാസ്ഥയ്ക്കെതിരെ ജനനീതി സംരക്ഷണ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. തൃശൂർ DMO ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മനുഷ്യാവകാശ പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കാരിക്കുഴിമാടൻ നടരാജമൂർത്തി ക്ഷേത്രത്തിലെ കാണിക്ക് വഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. ഇരവിപുരം പോലീസിന്റെ പിടിയിലായത് റിച്ചിൻ, രാഹുൽ, സെയ്ദാലി എന്നിവർ. തൃശൂരിൽ 50ാമത് ഡിസ്ട്രിക്ട് പോലീസ് ആനുവൽ ഗെയിംസ് ആൻഡ് അത്ലറ്റിക്സ് മീറ്റിന് തുടക്കം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പുരസ്കാരം പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചടങ്ങിൽ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. മലപ്പുറം ഇടവണ്ണയിൽ 90 കുടുംബങ്ങൾക്ക് കൂടി വീടൊരുങ്ങുന്നു. പഞ്ചായത്തിൽ PMAY ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് D അഭിലാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം 2025 കലണ്ടർ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളും ഉത്സവാദി ചടങ്ങുകളും ഉൾക്കൊള്ളിച്ച കലണ്ടർ മന്ത്രി ഡോക്ടർ R ബിന്ദു MLA NK അക്ബറിന് നൽകി പ്രകാശനം ചെയ്തു. ഉത്തർപ്രദേശിലെ സംഭാലിലെ സംഘർഷത്തിൽ 5 യുവാക്കൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സെക്രട്ടറി മുഹ്സിൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.